മൊഡ്യൂൾ 2 മേജർ ഫിലിം മൂവ്മെൻറ്റ്സ് ഇൻ ഫിലിം ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സൈലൻറ്റ് ഇറ. അപ്പോൾ പീരീഡ് ഫ്രം 1894 തൊട്ട് 1929 വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് സിനിമയിൽ സൈലൻറ്റ് ഇറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ പിക്ചേഴ്സിൻ്റെ ആ ഒരു ഫുൾ മെച്യൂറായ ഒരു പീരീഡായിരുന്നു ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്ന ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് എ ട്രിപ്പ് ടു ദ മൂൺ 1902 അത് ഫ്രഞ്ച് ഡയറക്ടറായിട്ടുള്ള ജോർജസ് മിലിയ ആണ് എന്ത് ചെയ്തത്, അത് ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം അമേരിക്കൻ ഡയറക്ടറായിട്ടുള്ള എഡ്വിൻ എസ് പോർട്ടറിൻ്റെ ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി 1903 വന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഓഫ് ആക്ഷൻ ഉള്ള ഫസ്റ്റ് നറേറ്റീവ് ഫിലിം എന്ന് പറയുന്നത് ഗ്രേറ്റ് ട്രെയിൻ റോബറിയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 14 സെപ്പറേറ്റ് ഷോട്ട് അതായത് നോൺ കണ്ടിന്യൂസ് ആയിട്ട് നോൺ ഓവർലാപ്പിംഗ് ആക്ഷനായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പാരലൽ എഡിറ്റിങ്ങും ക്യാമറ പാനും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ ഡയഗണൽ ഷോട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിലിമിനകത്ത്. 1915 ആയപ്പോഴത്തേക്കും 15,000 വർക്കേഴ്സിനെ ഈ ഒരു മോഷൻ പിക്ചർ ഇൻഡസ്ട്രിയിൽ ഹോളിവുഡ് എംപ്ലോയ് ചെയ്തു എന്ന് വെച്ചാൽ അത്രമാത്രം എസ്റ്റാബ്ലിഷ് ആയി. ആൻഡ് 60% അമേരിക്കൻ പ്രൊഡക്ഷൻ ആയിരുന്നു അവിടെ, അതായത് അമേരിക്കൻ ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ ആയിരുന്നു അവിടെ ഹാപ്പൻ ചെയ്തത്. പിന്നീടുള്ള ഡീക്കേഡ്സിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നറേറ്റീവ് സിനിമ എന്നുള്ള ഒരു ഫിലിം കാറ്റഗറി വന്നു. അതിനകത്ത് D.W. ഗ്രിഫിത്ത് അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്ന പേര് ദ ഷേക്സ്പിയർ ഓഫ് ദ സ്ക്രീൻ എന്നാണ്. അപ്പോൾ ഗ്രിഫിത്ത് നറേറ്റീവ് ടെക്നിക്സ് കൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഫേമസ് മൂവീസ് എന്ന് പറയുന്നത് ദ ബർത്ത് ഓഫ് എ നേഷൻ, പിന്നെ ഇൻടോളറൻസ്. മൾട്ടിപ്പിൾ ക്യാമറ സെറ്റപ്പുകളും ലോങ് ഷോട്ടും ഫുൾ ഷോട്ടും മീഡിയം ഷോട്ട് ക്ലോസ് ഷോട്ട് ക്ലോസപ്സ് ഇത്രയും ടെക്നിക്കുകളാണ് അദ്ദേഹം ഈ ഒരു ഫിലിംസിനകത്ത് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ക്രോസ് കട്ടിങ്ങും ഇൻ്റർ കട്ടിങ്ങും എല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പടമായിട്ടുള്ള ദ ലോൺലി വില്ലയ്ക്കകത്തും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. 1920s അപ്പം പുതിയ ടൈപ്പ് ഓഫ് ഫിലിം ജാണേഴ്സ് വരാൻ തുടങ്ങി. അതായത് സ്ലാപ്സ്റ്റിക് കോമഡി, ചാർലി ചാപ്ലിൻ്റെയൊക്കെ പോലുള്ള ഫിലിംസ് വരാൻ തുടങ്ങി. ആൻഡ് ദ കിഡ് എന്നുള്ള മൂവി ഇറങ്ങി. അങ്ങനെ പിന്നെ ചാർലി ചാപ്ലിനും D.W. ഗ്രിഫിത്തും മേരി പിക്ഫോർഡും അതുപോലെ തന്നെ വേറെ കുറേ ആളുകളും കൂടെ ചേർന്ന് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷൻ എന്നും പറഞ്ഞ് ഒരു ഫോം ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ അവരവരുടെ പടങ്ങൾ അവരവർക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടി. ആൻഡ് ഓൾസോ സൗണ്ട് ഫിലിംസ് ഇറക്കി. അപ്പോൾ അതിൽ ഏറ്റവും സൗണ്ട് ഫിലിമിൽ ചാർലി ചാപ്ലിൻ്റെ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സൗണ്ട് ഫിലിം എന്ന് പറഞ്ഞാൽ സിറ്റി ലൈറ്റ്സും മോഡേൺ ടൈംസുമാണ്. അത് സൈലൻറ്റ് ഫിലിംസ് ആണെന്ന്, പക്ഷേ അതിനകത്ത് മ്യൂസിക്കൽ സ്കോറുണ്ട്. ആൻഡ് അനദർ സൈലൻറ്റ് കോമഡിയിലെ ഏറ്റവും അനദർ ലെജൻഡ് എന്ന് പറയുന്നത് ബസ്റ്റർ കീറ്റൺ ആയിരുന്നു. കീറ്റണിൻ്റെ വർക്ക്സിനെ നമ്മൾ ട്രജക്ടറി ഗ്യാഗ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ സ്ലാപ്സ്റ്റിക്കും ഉണ്ട്, ഡ്രമാറ്റിക് ആയിട്ടുള്ള ലാഫ്റ്ററും ഉണ്ട്, പിന്നെ ഡേഞ്ചറസ് സ്റ്റണ്ടും ഉണ്ട്. അപ്പോൾ കീറ്റൻ്റെ മേജർ ഫീച്ചർ അല്ലെങ്കിൽ മേജർ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഷെർലക് ജൂനിയർ ഉണ്ട്, 7 ചാൻസസ്, ദ ജനറൽ, അങ്ങനെയൊക്കെയുള്ളതായിരുന്നു കീറ്റൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫിലിംസ് എന്ന് പറയുന്നത്. പിന്നീട് ലെസ്സർ സൈലൻറ്റ് കോമിക് ആക്ടേഴ്സും ഒക്കെ കുറേ പേരുണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ ഹെറോൾഡ് ലോയ്ഡ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് കോമഡി ഓഫ് ത്രിൽസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ കോമഡി കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ഇന്നസെൻ്റ് ആയിരിക്കും പ്രൊട്ടാഗണിസ്റ്റ്, മെയിൻ ക്യാരക്ടർ വളരെ ഇന്നസെൻ്റ് ആയിരിക്കും. അയാൾ ഫിസിക്കൽ ഡേഞ്ചറിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ലാഫ്റ്റർ എന്നൊക്കെ, അതാണ് കോമഡി ഓഫ് ത്രിൽസ് എന്ന് പറയുന്നത്. ഇനി മെയിൽ ടാലൻസ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്, മെയിൽ ആക്ടേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. എന്നാലും ഫ്യൂ വിമൻ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. വിമൻ ആക്ടേഴ്സ് മേരി പിക്ഫോർഡ്, ലിലിയൻ ഗിഷ് എന്നൊക്കെ പറയുന്നവർ സക്സസ്ഫുൾ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ലിലിയൻ ഗിഷ് എന്ന് പറയുന്നത് 1912 അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഷോർട്ട് ഫിലിംസ് അഭിനയിച്ച് പിന്നീട് അവർ ഫേമസ് ഡയറക്ടറും സ്ക്രീൻ റൈറ്ററും ആയി മാറിയ ഒരു സ്ത്രീയാണ്. 75 വർഷത്തോളം അവരുടെ ആക്ടിംഗ് കരിയർ സ്പാൻ ചെയ്തിരുന്നു. ആൻഡ് ഫസ്റ്റ് ലേഡി ഓഫ് അമേരിക്കൻ സിനിമ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടൈറ്റിൽ കിട്ടിയൊരു ലേഡിയാണ് ലിലിയൻ ഗിഷ്. ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ഓഫ് ദ സൈലൻറ്റ് ഇറയിൽ ദ ബർത്ത് ഓഫ് എ നേഷനകത്ത് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡിങ് റോളായിരുന്നു ഗ്രിഫിത്തിൻ്റെ വർക്ക് ആ ഒരു സിനിമയ്ക്കകത്ത്. അതർ മേജർ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഇൻടോളറൻസിനകത്തൊക്കെ ഇവരുണ്ടായിരുന്നു. സിമിലർലി മേരി പിക്ഫോർഡ് ഒരു കനേഡിയൻ ബോൺ ആക്ട്രസ് ആയിരുന്നു. അവരെ അമേരിക്കാസ് സ്വീറ്റ് ഹാർട്ട് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ആൻഡ് ഓൾസോ ന്യൂമറസ് ഫിലിംസിനകത്ത് ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രിഫിത്തിൻ്റെ ഫിലിംസിനകത്ത് ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ആരാണ്, മേരി പിക്ഫോർഡ്. ആൻഡ് അവർ പിന്നീട് അവരുടെ ഓൺ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, സ്റ്റുഡിയോ തുടങ്ങി, മേരി പിക്ഫോർഡ് സ്റ്റുഡിയോസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അവരുടെ മെമ്മറബിൾ ഫിലിംസ് എന്ന് പറയുന്നത് ഡാഡി ലോങ് ലെഗ്സ്, ദ പുവർ ലിറ്റിൽ റിച്ച് ഗേൾ.
അപ്പോൾ സൗണ്ട് 1930s ഒക്കെ ആയപ്പോഴത്തേക്കും അറൈവലായി സൗണ്ട് സിനിമാസൊക്കെ. സൈലൻറ്റ് സിനിമ പതുക്കെ ഡിക്ലൈൻഡായി. ആൻഡ് സൈലൻറ്റ് ഇറയിലെ സ്റ്റാർസുകൾ അവർ പതുക്കെ ഡിസപ്പിയർ ആവാൻ തുടങ്ങി. പക്ഷേ ചാർലി ചാപ്ലിൻ എന്ത് ചെയ്യുവാൻ തുടങ്ങി? പെട്ടെന്ന് ടോക്കിംഗ് പിക്ചേഴ്സിൽ ഒരു ക്വിക്ക് ട്രാൻസിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വിക്ക് എൻട്രി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മെനി യൂറോപ്യൻ ഫിലിം മേക്കേഴ്സ് എന്തായിരുന്നു? ഹെസിറ്റൻ്റ് ആയിരുന്നു. കാരണം എന്താണ്? സൗണ്ട് എന്ന് പറയുന്നത് മൂവീസിലെ ഈസ്തറ്റിക് വാല്യൂവെ ഡിമിനിഷ് ചെയ്യും. അതുകൊണ്ട് സൗണ്ട് ഫിലിംസിൽ കുറച്ച് പേര് എതിർത്ത് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൈലൻറ്റ് ഇറയിലെ കാര്യങ്ങൾ പറയാം. കോമഡി ഓഫ് ത്രിൽ, ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. കോമഡി ഓഫ് ത്രിൽസ് എന്ന് വെച്ചാൽ എന്താണ്? കോമഡി ഓഫ് ത്രിൽസ് എന്ന് വെച്ചാൽ സൈലൻറ്റ് കോമഡിയിലെ ഒരു സബ് ജാണറാണ്. പ്രോട്ടഗോണിസ്റ്റ്, ഇന്നസെൻറ്റ് പ്രൊട്ടാഗണിസ്റ്റ് എന്ത് ചെയ്യും? ഫിസിക്കൽ ഡേഞ്ചറിൽ പ്ലേസ്ഡ് ആവും. അങ്ങനെ കോമഡി ഉണ്ടാവുന്നതാണ് കോമഡി ഓഫ് ത്രിൽസ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്, അത് ഹെറോൾഡ് ലോയിഡാണ് പോപ്പുലറൈസ് ചെയ്തത്. ഓക്കെ, പിന്നെ D.W. ഗ്രിഫിത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ചോദിക്കാം. അതുപോലെ തന്നെ വിമൻ ആക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ച 2 പേരുടെ കാര്യങ്ങൾ പറയുക. സൈലൻറ്റ് ഇറയെക്കുറിച്ച് ഓവറോളായിട്ട് എഴുതാൻ ചോദിക്കാം. പിന്നെ സിനിമ ഓഫ് ചാർലി ചാപ്ലിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാർലി ചാപ്ലിൻ ഒരു ബ്രിട്ടീഷ് ആക്ടർ ആൻഡ് ഡയറക്ടറായിരുന്നു. കോമിക് ആർട്ടിസ്റ്റാണ്. മോഷൻ പിക്ചർ ഇൻഡസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. ചാപ്ലിനാണ് ലിറ്റിൽ ട്രാമ്പ് എന്നും പറഞ്ഞൊരു പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ പേര് ലിറ്റിൽ ട്രാമ്പ് എന്നാണ് കേട്ടോ. ആ പേഴ്സണെ ഡെവലപ്പ് ചെയ്ത് ആരാണ്? ചാർലി ചാപ്ലിനാണ്. ഷോർട്ട് ഫിലിംസ് അദ്ദേഹം 1915 തൊട്ട് 1917 വരെ ഡെവലപ്പ് ചെയ്തു. ഫസ്റ്റ് ഫിലിമാണ് ദ കിഡ്. പിന്നെ അദ്ദേഹവും ഗ്രിഫിത്തും പിക്ഫോർഡും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കി. പിന്നെ ചാപ്ലിൻ 3 സൈലൻറ്റ് ഫീച്ചർ ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയേണ്ടത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ സോവിയറ്റ് സിനിമയാണ്. സോവിയറ്റ് സിനിമ എന്ന് പറയുന്നത് ഫിലിംസ് പ്രൊഡ്യൂസ്ഡ് ബൈ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുള്ള റിപ്പബ്ലിക്കൻ കൺട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിംസിനെയാണ് നമ്മൾ സോവിയറ്റ് സിനിമ എന്ന് പറയുന്നത്. സോ ആ സമയത്തെന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിലെ റിപ്പബ്ലിക്സ് അവരെല്ലാം റൂൾ ചെയ്തുകൊണ്ടിരുന്നത് സാറിസ്റ്റ് ഗവൺമെൻറ് ആയിരുന്നു. TSARIST. ഇപ്പോൾ സാറിസ്റ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് മൊണാർക്കാണ് അവിടെ സുപ്രീം അതോറിറ്റി ആയിട്ട് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രാജ്യത്തിനെ, അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള റിപ്പബ്ലിക്സിനെ, അവിടെ ഉള്ള ആ സോവിയറ്റ് യൂണിയനെ മൊത്തത്തിൽ. സോ ആ നേഷൻ്റെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫുള്ളി നാഷണലൈസ്ഡ് ആയിരുന്നു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് റിയലിസം അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി അതും ഇതുമൊക്കെ ആയിരുന്നു ആ സമയത്ത് ഇറങ്ങിയിരുന്ന ഫിലിമിനകത്തും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഇമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർട്ടിസ്റ്റുകളാണെങ്കിലും ഫിലിം മേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആ പാർട്ടിയുടെ എന്താണ് ഐഡിയോളജി അതായിരുന്നു ഇവർ കൂടുതലും കാണിച്ചുകൊണ്ടിരുന്നത്. ഓഗസ്റ്റ് 1914 സാറിസ്റ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഒരു കമ്മിറ്റിയെ. അപ്പോൾ ആ കമ്മിറ്റി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രൊപ്പഗൻഡ ഫിലിംസ് മാത്രം ഇറക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആ പാർട്ടിയെ മാത്രം സാറിസ്റ്റ് ഗവൺമെൻറ്റിനെ, അതായത് ആ അബ്സല്യൂട്ട് മൊണാർക്കിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് മാത്രം പറയുന്ന രീതിയിലുള്ള പ്രൊപ്പഗൻഡ ഫിലിംസ് ഇറക്കാൻ തുടങ്ങി. സാറിസ്റ്റ് റെജീം മാർച്ച് 1917 ആയപ്പോഴത്തേക്കും ഡിക്ലൈൻഡായി. എന്ന് വെച്ചാൽ അത് തകർന്നു. അപ്പോൾ അത് പിന്നീട് എന്തോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിനിമ കമ്മിറ്റി ഓഫ് ദ പീപ്പിൾ എന്നും പറഞ്ഞിട്ട് അവർ വേറൊരു അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഗ്രൂപ്പുകാർ എന്ത് ചെയ്തു? വേറൊരു കമ്മിറ്റി പോലെ ഒരു ഓർഗനൈസേഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ലെനിൻ അതുപോലെ തന്നെ ബാക്കിയുള്ള ലീഡേഴ്സൊക്കെ മോഷൻ പിക്ചർ മീഡിയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, നേഷനെ യൂണിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ലെനിൻ ആയിരുന്നു ഫസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർ ഓഫ് ദ 20th century ടു റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിലിം ആസ് എ പ്രൊപ്പഗൻഡ. അതായത് അവരുടെ പവറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ക്വിക്കായിട്ടും എഫക്റ്റീവായിട്ടും ഫിലിംസിലൂടെ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഒരേ ഒരു റൂളർ, പൊളിറ്റിക്കൽ ലീഡർ ലെനിനായിരുന്നു. അപ്പോൾ ലെനിൻ ഡിക്ലെയർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് നമുക്കും ഇമ്പോർട്ടൻ്റ് ആണ്, പൊളിറ്റിക്സിനും ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സോവിയറ്റ് ഫിലിം ഇൻഡസ്ട്രിയെ നല്ല രീതിയിൽ റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ആൻഡ് സിനിമ കമ്മിറ്റിയുടെ അവരുണ്ടാക്കിയ സിനിമ കമ്മിറ്റിയുടെ ഫസ്റ്റ് ഡിസിഷൻ എന്തായിരുന്നു? ഒരു പ്രൊഫഷണൽ ഫിലിം സ്കൂൾ മോസ്കോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഡയറക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആൻഡ് ഓൾ യൂണിയൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമറ്റോഗ്രഫി എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സ്കൂള് വന്നു. അപ്പോൾ ലവ് കുലേഷോവ് എന്നുള്ള ഫിലിം സ്കോളറും ടീച്ചറുമായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അയാളാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അദ്ദേഹം എന്താണ് ഗ്രിഫിത്തിൻ്റെ, നമ്മൾ നേരത്തെ പഠിച്ച ഗ്രിഫിത്ത് ഉണ്ടല്ലോ, ഗ്രിഫിത്തിൻ്റെ ഇൻടോളറൻസ് എന്നുള്ള സിനിമയുടെ ഫിലിം അവിടെ കൊണ്ടുവന്ന് സ്ക്രീൻ ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തു. ആരാണ്? ലെവ് കുലേഷോ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് ഇത് സ്ക്രീൻ ചെയ്തിട്ട് ആ ഇമ്പോർട്ടൻസ്, സിനിമയുടെ ഇമ്പോർട്ടൻസും ബാക്കി ടെക്നിക്കുകളും എല്ലാം ഈ ഓൾ യൂണിയൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമാറ്റോഗ്രഫിക്കകത്ത് വെച്ച് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം എന്താണ് ഷോട്ട്, എന്താണ്, എങ്ങനെ അറേഞ്ച് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമ വെച്ച് കുട്ടികൾക്ക്
അല്ലെങ്കിൽ കുട്ടികൾക്കെന്നല്ല, ഈ ഡയറക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. കുലേഷാവ് പിന്നെ എന്തോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൽ കുറച്ച് എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെ നടത്തി അദ്ദേഹമാണ് മൊണ്ടാഷ് തിയറി ഓഫ് എഡിറ്റിംഗ് കൊണ്ടുവന്നത്. അപ്പോൾ മൊണ്ടാഷ് എന്ന് വെച്ചാൽ അസംബിൾ ചെയ്യുക എന്നുള്ള ഫ്രഞ്ച് വാക്കിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കുലേഷാവ് മൊണ്ടാഷിനെ എന്താണ് ഒരു എക്സ്പ്രസീവ് പ്രോസസ്സായിട്ട് വന്നത്. അതായത് ഒരു സിമിലാരിറ്റി ഇല്ലാത്ത ഡിസിമിലർ ഇമേജസിനെ ലിങ്ക് ചെയ്തിട്ട് നമുക്കൊരു സിംബോളിക് മീനിങ് എങ്ങനെ കൊണ്ടുവരാം, അതാണ് മൊണ്ടാഷ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുലേഷോവിൻ്റെ മോസ്റ്റ് ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആയിരുന്നു ഐസൻസ്റ്റീനും പുഡോവ്കിനും. ഓക്കെ, ഐസൻസ്റ്റീൻ എന്ന് പറയുന്ന മോഡേണിസ്റ്റ് തിയറി ഓഫ് എഡിറ്റിംഗ് സൈക്കോളജിയെയും മാർക്സിസ്റ്റ് തിയറിയെയും ബേസ് ചെയ്തിട്ട് ഫോം ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു മൂവി ഡയറക്റ്റ് ചെയ്തിരുന്നു. പിന്നെ ബാറ്റിൽ ഷിപ്പ് പോട്ടംകീൻ എന്ന് പറഞ്ഞ് അനദർ ഫിലിം ഉണ്ട് ഐസൻസ്റ്റീൻ്റെ. അതിനകത്ത് ഈ തിയറി ഓഫ് മൊണ്ടാഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. പുഡോവ്കിനും ഇതുപോലെ തന്നെ ന്യൂ തിയറി ഓഫ് മൊണ്ടാഷ് കൊണ്ടുവന്നു. ഐസൻസ്റ്റീൻ്റെ തിയറിയെക്കാട്ടിലും കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മൊണ്ടാഷ് ടെക്നിക്ക് യൂസ് ചെയ്തത് കഥ പറയാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ സിംബോളിക് പർപ്പസിന് വേണ്ടിയല്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫിലിംസ് എന്താണ് കുറച്ചും കൂടി പേഴ്സണലാണ് ഐസൻസ്റ്റീൻ്റെ സിനിമയെക്കാട്ടിലും. അപ്പോൾ പുഡോവ്കിൻ്റെ മേജർ വർക്കാണ് മദർ എന്നുള്ളത്. അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ഫസ്റ്റ് ഹസ്ബൻഡിനെ, അവർക്ക് ആദ്യമേ അവരുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടുന്നു, പിന്നീട് അവരുടെ മകനെ നഷ്ടപ്പെടുന്നു ഒരു റവല്യൂഷനിൽ. അപ്പോൾ അത് മാക്സിം ഗോർക്കിയുടെ ക്ലാസിക് നോവലായിട്ടുള്ള അമ്മ അല്ലെങ്കിൽ മദറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇത്. അപ്പോൾ മൊണ്ടാഷ് തിയറി നല്ലപോലെ അദ്ദേഹം യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി വേറെ 2 സെമിനൽ ഫിഗേഴ്സ് സോവിയറ്റ് സൈലന്റ് ഇറയിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അലക്സാണ്ടർ ഡോവ്ഷെൻകോയും പിന്നെ സിഗ വെർട്ടോവുമാണ്. അപ്പോൾ ഡോവ്ഷെൻകോ എന്ന് പറയുന്നത് ഒരു യുക്രൈനിയൻ പെസൻസിൻ്റെ മകനായിരുന്നു. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ആൻഡ് പെയിൻറ്ററും ആയിരുന്നു ഡയറക്ടർ ആവുന്നതിന് മുന്നേ. ആൻഡ് ആഫ്റ്റർ സെവറൽ മൈനർ വർക്ക്സ് അദ്ദേഹം പിന്നെന്താണ് ഒരു ഫിലിമൊക്കെ ഇറക്കി. പിന്നെ ഒരു കളക്ഷൻ ഓഫ് ടെയിൽസും ഒക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു, ട്രഷർ ഹണ്ടിനെ കുറിച്ച്. പിന്നെ അദ്ദേഹത്തിൻ്റെ എപ്പിക് ഫിലിം ആണ് ആർസനൽ എന്ന് പറയുന്നത്. അത് റെവല്യൂഷനെ കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചും സിവിൽ വാറിനെ കുറിച്ചും ഒക്കെ ഉള്ളതായിരുന്നു. പിന്നെ എർത്ത് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പീസും അങ്ങനെ ഒരു ഫിലിമും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. പിന്നെ സിഗ വെർട്ടോവ് എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് ഡിഫറെൻറ്റ് ടാലൻ്റ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അയാൾ ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ന്യൂസ് റീൽ എഡിറ്റർ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഫാദർ ഓഫ് സിനിമ വെറീറ്റ് എന്നാണ്. അതായത് റിയലിസ്റ്റിക് ഡോക്യുമെൻ്ററിയുടെ ഫാദർ എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് സിനിമ ഐ എന്നുള്ള തിയറി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ആരാണ്? സിഗ വെർട്ടോവ് ഈ കൺവെൻഷണൽ നറേറ്റീവ് സിനിമയൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, സിനിമ ഓഫ് ആക്ച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു മനുഷ്യനാണ്. വെർട്ടോവിൻ്റെ മോസ്റ്റ് ഫേമസ് ഫിലിമാണ് മാൻ വിത്ത് എ മൂവി ക്യാമറ. അപ്പോൾ മോസ്കോ സിറ്റിയെക്കുറിച്ചാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നീട് ഈ ഒരു പീരീഡ് സോവിയറ്റ് സിനിമ എൻഡ് ചെയ്ത് 1929 സ്റ്റാലിൻ ഈ സ്റ്റേറ്റ് ഫിലിം ട്രസ്റ്റും ഇതും എല്ലാം എടുത്ത്, അതായത് സ്റ്റാലിൻ്റെ റൂൾ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം എടുത്ത് കളഞ്ഞു. ആൻഡ് പിന്നെന്താണ്, പിന്നെ അദ്ദേഹം കൂടുതൽ ഫേവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് റിയലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സോവിയറ്റ് ആർട്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ എന്താണ് ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റിക്ക് അല്ല, പൊളിറ്റിക്കൽ എയിംസ് ഓഫ് ദ പാർട്ടി ആൻഡ് ദ സ്റ്റേറ്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്നു ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അത് അങ്ങനെയാണ് സോവിയറ്റ് സിനിമ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഡിക്ലൈൻ ആവാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ അല്ലെങ്കിൽ പൈനിയർ ഓഫ് ദ സോവിയറ്റ് മൊണ്ടാഷ് ഒക്കെ നോക്കി വെച്ചേക്കണം. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്നുള്ള സിനിമ ഐസൻസ്റ്റീൻ്റെ ആണ്. സോവിയറ്റ് മൊണ്ടാഷ് തിയറി കൊണ്ടുവന്നതും ഐസൻസ്റ്റീനാണ് കേട്ടോ, മറന്നു പോകരുത്. പിന്നെ എന്താണ് പുഡോവ്കിൻ്റെ 2 ഫിലിംസ്. എന്താണ് കുലേഷോ ഇഫക്റ്റ് എന്ന് വെച്ചാൽ മൊണ്ടാഷ് തിയറിയാണ് പറയേണ്ടത്. ഡിസിമിലർ ഇമേജസിനെ വെച്ചിട്ട് സിംബോളിക് മീനിങ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്. പിന്നെ വരുന്നത് മദർ എന്നുള്ള ഫിലിം ആരാണ് ഡയറക്റ്റ് ചെയ്തതെന്നുള്ളത്. മദർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മാക്സിം ഗോർക്കിയുടെ ഒരു നോവലാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ഇറക്കിയത് പുഡോവ്കിൻ. പിന്നെ എന്താണ് സോവിയറ്റ് സിനിമയുടെ ഡിക്ലൈനിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാലിൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ ഫിലിം മേക്കേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് സോവിയറ്റ് സിനിമ എന്ത് ചെയ്തത്, ഡിക്ലൈൻഡ് ആയത്. ലെവ് കുലേഷോവിൻ്റെ കോൺട്രിബ്യൂഷൻസ് ചോദിക്കാം. അതായത് മൊണ്ടാഷ് തിയറിയുടെ കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ സിഗ വെർട്ടോവിൻ്റെ ആ ഒരു കാര്യം, സിനിമ വെറൈറ്റി എന്താണെന്നുള്ളത് ചോദിക്കാം. ആൻഡ് ഓൾസോ സോവിയറ്റ് സിനിമ എന്തുകൊണ്ട് ഡിക്ലൈൻ ആയി, സ്റ്റാലിൻ്റെ റൂളിന് ശേഷമാണ് ഡിക്ലൈൻ ആയത് എന്നുള്ളത് പറയുക.